BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്ത് 85-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. ലീഗ് മത്സരിച്ച 27 മണ്ഡലത്തിൽ 21 മുതൽ 24 വരെ സീറ്റുകളിൽ വിജയിക്കും. UDF തരംഗമുണ്ടായാൽ മുഴുവൻ സീറ്റുകളിലും വിജയമുണ്ടാകുമെന്നും ലീഗ് വിലയിരുത്തുന്നുണ്ട്. ലീഗ് നടത്തിയ സർവേയുടെയും കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിനു ശേഷമുള്ള നിഗമനമാണിത്. പാണക്കാട് കുടുംബാംഗങ്ങൾ നേരിട്ട് പ്രചാരണം നയിച്ചത് ഗുണം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരം അലയടിച്ചെന്നും ലീഗ് വിലയിരുത്തുന്നുണ്ട്. മലപ്പുറത്ത് ലീഗ് മത്സരിച്ച 12 സീറ്റിലും വിജയിക്കും. ഐക്യത്തോടെ കോൺഗ്രസ് പ്രവർത്തിച്ചത് നേട്ടമുണ്ടാക്കിയെന്നും ലീഗ് വിലയിരുത്തുന്നുണ്ട്. അതേസമയം 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം. കൃത്യമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 100 സീറ്റ് കിട്ടുമെന്നും വലിയ ആത്മവിശ്വാസമുണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. 100 സീറ്റ് എന്ന പ്രവചനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തിയത്. UDF പൂർണ്ണ ആത്മവിശ്വാസത്തിലാണെന്നും കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്നും 100-ലധികം സീറ്റ് നേടുമെന്നുമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. കേരളത്തിൽ UDFന് വിസ്മയകരമായ വിജയമുണ്ടാകുമെന്നും 100 സീറ്റിലധികം സീറ്റുകൾ നേടുമെന്നും RSP നേതാക്കളും കൊല്ലം MP-യുമായ NK പ്രേമചന്ദ്രനും പ്രതികരിച്ചിരുന്നു. തുടർഭരണം ലഭിക്കുമെന്ന് കൃത്യമായി പറയാൻ ആർജവമുള്ള ഒറ്റ നേതാവ് CPM-ലില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പോളിംഗ് ശതമാനത്തിൽ വൻ വർധനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗ് അർഹരാണെന്ന് യൂത്ത് ലീഗ് അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നേരത്തെ ഈ പദവി ലീഗ് വഹിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത്തരമൊരു അവകാശവാദവുമായി ലീഗ് ചോദിക്കുന്നില്ല എന്നും സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗ് ശതമാനം UDFന് അനുകൂലമാകുമെന്നും മുനവർ അലി ശിഹാബ് തങ്ങൾ പറയുന്നു. UDF ശക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഭരണവിരുദ്ധ വികാരം അടക്കം നിരവധി കാരണങ്ങൾ അതിനുണ്ട്. ലീഗ് മാത്രം 20-നും മേലെ സീറ്റുകൾ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.